ഗുഡൻ ഡാഗ് ലോയിറ്റെ ഇന്ന് നമ്മൾ B2 സ്പ്രഹൻ എക്സാമിൽ ഒരു ഇമ്പോർട്ടൻറ്റ് തേമായ വേർബും ഉണ്ട് കൊൺസ്യൂം ആണ് നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിങ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. പല സെൻറ്ററിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു തേമയാണ് വെർബും കൊണ്ട് കൊൺസ്യൂം. പലർക്കും പല ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു തേമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വെർബും കൊണ്ട് കൊൺസ്യൂം ഡിസ്കസ് ചെയ്യാം. ഇതിനായി ഞാൻ ഇന്ന് 3 മ്യോഗ്ലിഷ് ഗൈഡാണ് എടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ മ്യോഗ്ലിഷിൻ്റെ ഓൺലൈൻ, നമുക്ക് ഓൺലൈനിലൂടെ നമുക്ക് നമ്മുടെ പരസ്യങ്ങൾ അല്ലെങ്കിൽ വെർബും കൊൺസ്യൂം ഒക്കെ ചെയ്യാൻ പറ്റും. രണ്ടാമത് ഫേൺ ഓർഡർ റേഡിയോ, TV-യിലൂടെ അല്ലെങ്കിൽ റേഡിയോയിലൂടെ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സൈറ്റും ന്യൂസ് പേപ്പറിലൂടെ. ഇത് മൂന്നുമാണ് നമുക്കിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ മ്യോഗ്ലിഷ് ഗൈഡ് നോക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ മ്യോഗ്ലിഷ് ഗൈഡ് നോക്കാം, ഓൺലൈൻ. നമുക്കിപ്പം തേമ ഇതാണ്, നമ്മുടെ വെർബും കൊണ്ട് കൊൺസ്യൂം, നമ്മുടെ എങ്ങനെ നമ്മുടെ പരസ്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കാം, അതിലൂടെ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യാം, അതാണ് നമ്മുടെ മ്യോഗ്ലിഷ് ഗൈഡ് തേമ. അപ്പോൾ നമുക്ക് ആദ്യത്തെ മ്യോഗ്ലിഷ് ഗൈഡ് നോക്കാം, ഓൺലൈൻ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, മാൻ കാൻ സൈനെ വെർബും ദസ് ഇന്റർനെറ്റ് ഹോഹ്ലാഡൻ ദാമിറ്റ് എർഹാൾട്ടൻ വിയർ ഫീലെ കുണ്ടൻ. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ ഇന്റർനെറ്റിലൂടെ ആണെങ്കിലും അതിൻ്റെ മ്യോഗ്ലിഷ് ഗൈഡ് എന്ന് വെച്ചാൽ അതിൻ്റെ വാസ്റ്റ് ആണ്, ഭയങ്കര മ്യോഗ്ലിഷ് ഗൈഡാണ്. നമുക്ക് കുറേ അൻവെൻറ്റും ഒക്കെ ഉണ്ട്. നമുക്ക് അതിലൂടെ അഡ്വർടൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ കസ്റ്റമേഴ്സിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മ്യോഗ്ലിഷ് ഗൈഡ് ഓൺലൈൻ നമുക്ക് ഗെന്നവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. എസ് ഗിഫ്റ്റ് ഫീൽ എ മ്യോഗ്ലിഷ് ഗൈഡ് ഇൻ ഇന്റർനെറ്റ് സും ബൈഷ്പിൽ OLX യൂട്യൂബ് സോ വൈറ്റ്. നമുക്ക് കുറേ എക്സാമ്പിൾ പറയാം. OLX പറയാം, യൂട്യൂബ് പറയാം, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഇതിലൂടെ എല്ലാം നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ പരസ്യങ്ങൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഇനി എസ് സോൾ ബെക്വാം അൽസവ് കോസ്മെല്ലോസ്, അത് നമുക്ക് ബെക്വാമാണ്, നല്ല കൺവീനിയൻറ്റുമാണ്. അത് മാത്രമല്ല നമുക്ക് വലിയ പൈസ ചിലവില്ലാത്ത ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഓൺലൈനിലൂടെ പരസ്യം പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഇനി ഐനർ സൈറ്റ് ഇസ് ദസ് പ്രാക്ടിഷ് അന്തേരെ സൈറ്റ് ഗിഫ്റ്റ് ein ഷോൺസെ ഫ്യുവർ ഫാൾഷെ ഇൻഫോർമാക്സിവോൺ സു എർഹാൾട്ടൺ. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു ഒരു വശത്ത് ഐനർ സൈറ്റ്, ഇവിടെ ഞാൻ ഐനർ സൈറ്റ് അന്തേര സൈറ്റ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ കണക്ടോർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണക്ടോർ എന്താണോ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ ഈ നമ്മുടെ പോയിന്റുകൾ എലാബറേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് അത് ഭയങ്കര പ്രാക്ടിക്കൽ ആണെങ്കിലും മറുഭാഗത്ത് കുറേ ഫാൾഷ്, നമ്മുടെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഇന്റർനെറ്റിലൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഫാൾഷായിട്ട് ഇൻഫർമേഷൻ പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അങ്ങനത്തെ ഒരു നാക്ടിയറുണ്ട് അതിന്. ഇനി അടുത്ത് പറയാനുള്ളതാണ് എസിസ്റ്റ് ഷ്വീറിഷ് വെൻ സ്ലെഷ്ടെ ഫെർബിൻഡും ഗിഫ്റ്റ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ നല്ലപോലെ ഇല്ലെങ്കിൽ അതിന് നമുക്ക് നമ്മുടെ പരസ്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനും അതിന് നമുക്ക് മാർക്കറ്റിംഗ് ഒക്കെ നടത്താനും വേണ്ടി നമുക്ക് ഭയങ്കര ഷിവിറിക്കായിരിക്കും, നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി എസ് ഇസ് നിഷ്ട് മ്യോഗ്ലിഷ് ഫോർ അൽഫബറ്റിഷ്യൽ ലോയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് എങ്ങനെ യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ഇന്നും കുറേ നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഇന്റർനെറ്റിലൂടെ നമുക്ക് വെർബും കൺസ്യൂം ചെയ്യാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മ്യോഗ്ലിഷ് ഗൈഡ്. നമുക്ക് ഓൺലൈൻ അത്യാവശ്യം നല്ല പോയിന്റുള്ള മ്യോഗ്ലിഷ് ഗൈഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഗെന്നവർ ചെയ്യാം. ഇനി അടുത്തതാണ് നമുക്ക് ഫേൺ സേൻ ഉഡർ റാഡിയോ. അടുത്ത മ്യോഗ്ലിഷ് ഗൈഡ് ഫേൺ സേൻ റാഡിയോ. ഇതിന് ഫസ്റ്റ് പോയിന്റ് എസ് സെർ ബെക്കാൻഡ്. നമുക്കറിയാം ഫേൺ എന്ന് നോക്കാൻ നേരത്ത് ഭയങ്കര ബെക്കാൻഡാണ്. എന്നും ലോകത്ത് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. TV കാണും, എല്ലാ ദിവസവും കാണുന്ന നമ്മളെല്ലാവരും TV കാണും. അതുകൊണ്ട് തന്നെ ഫേൺ സേൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അപ്പം എസ് സെർ ബെക്കാൻഡ് എന്ന് പറയാം. ഫീലെ ലോയിറ്റെ സെയിൻ ഏഡൻ ടാക് ഫേൺ, എല്ലാ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും കാണും. എസ് ബെയൻ ഫ്ലൂറ്റ് സൊവോൾ ഇംഗ്ലീഷെ അൽസോ എർവാഷൻ. ഇത് നമുക്ക് ഒരുപോലെ നമ്മുടെ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരു മീഡിയമാണ് ഫേൺ എന്ന് പറയുന്നത്. പിന്നെ അസിസ്റ്റ് കോൺസ്റ്റന്റ് ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടി വിയിലൂടെ അല്ലെങ്കിൽ റേഡിയോയിലൂടെ നമുക്കൊരു പരസ്യം പ്രചരിപ്പിക്കുക നിൽക്കുന്നത് നമുക്ക് ഭയങ്കര ചിലവുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇന്റർനെറ്റിനെ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് അതിനകത്തൊരു ഏതെങ്കിലും ചാനലിൽ തന്നെ ആഡ് നമ്മുടെ പബ്ലിഷ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ചിലവുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് പറയാം. ഇത് നമുക്ക് ഓൾറെഡി കോസ്റ്റ്ലി ആണെന്ന് പറയാം, എവറാണെന്ന് പറയാം. പിന്നെ നമുക്ക് അടുത്ത പോയിന്റ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനെ ഗുഡ് ക്വാളിറ്റഡ് പ്രൊഡക്റ്റ്. നമുക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടാൻ സാധ്യതയില്ല. നമുക്കറിയാം TV-യിലൂടെ കാണുന്ന എല്ലാ പരസ്യങ്ങളും യാഥാർത്ഥ്യമാവണമെന്ന് ഒരു ഉറപ്പുമില്ല. പലപ്പോഴും നമ്മൾ TV-യിലൂടെ കണ്ടുപോയി നമ്മൾ മേടിക്കാൻ നേരത്തെ ഒരു ക്വാളിറ്റിയും കിട്ടണമെന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ TV-യുള്ള എല്ലാം ഭയങ്കര വിശ്വസനീയമായിട്ടുള്ള ഒരു ആഡല്ല TV-യിൽ കൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതനുസരിച്ച് നമ്മുടെ കസ്റ്റമറിൽ നമുക്ക് സാരമായ കുറവ് വരാൻ
വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് റാഡിയോ അല്ലെങ്കിൽ ഫേൺ ഇനി നമുക്ക് രണ്ടിനും ഈ മ്യൂഗ്ലിഷ്കൈറ്റ് തന്നെ യൂസ് ചെയ്യാം. നമുക്ക് അത്യാവശ്യം പോയിന്റ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ഗെനോർ ചെയ്യാം. ഓൺലൈൻ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഓൺലൈൻ ഗെനോർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റ് നോക്കാം. ലാസ്റ്റ് മ്യൂഗ്ലിഷ്കൈറ്റ് ആയിട്ടുള്ള സൈറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ അറിയാം നമുക്ക്. ഫീൽഡിലെ പ്രൊഡക്റ്റ് ഫെർക്കോഫൻ ഇന്നും ന്യൂസ് പേപ്പറിലൂടെ കുറേ പ്രൊഡക്റ്റ് ഫെർക്കോഫൻ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ അവരുടെ പരസ്യങ്ങൾ ഇന്നും പേപ്പറിലൂടെയാണ് കൊടുക്കുന്നത്. ഫെർട്ടോവൻ സ്പുർഡിക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് കമ്പയർ ചെയ്യാവുന്നത്, നമുക്ക് ഓൺലൈനെ അല്ലെങ്കിൽ ടി വി വെച്ച് കമ്പയർ ചെയ്യാം. ഇൻ ഫെർട്ടിലൈസേഷൻസ് ഓൺലൈൻ ഓർഡർ റാഡിയോ ഓൺലൈൻ ഓർഡർ ഫേൺ സൈറ്റും സർ ഫെർട്ടോവൻ സ്പുർഡിക്കിഷ് അതൊക്കെ ട്രസ്റ്റ് വർത്തിയാണ്. നമുക്കറിയാം സൈറ്റും ആണ് ഇത്രയും കൂടി നമുക്ക് മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്തെ ട്രസ്റ്റ് വർത്തിക്ക്. പിന്നെ ബില്ലിംഗ് നമുക്ക് ടി വിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്തെ ഭയങ്കര ബില്ലിംഗാണ് നമുക്ക് പേപ്പറിൽ ഒരു പരസ്യം പതിപ്പിക്കുന്നത്. ആണെങ്കിൽ നമുക്ക് കുറേ കസ്റ്റമേഴ്സിനെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മ്യൂഗ്ലിഷ്കൈറ്റ് ഓൺലൈൻ നമുക്ക് ഗെനോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. എസ് ഗിഫ്റ്റ് ഫീൽ എ മ്യൂഗ്ലിഷ്കൈറ്റ് ഇൻ ഇന്റർനെറ്റ് zum Beispiel OLX, യൂട്യൂബ് സോ വൈറ്റ്. നമുക്ക് കുറേ എക്സാമ്പിൾ പറയാം. OLX പറയാം, യൂട്യൂബ് പറയാം, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഇതിലൂടെ എല്ലാം നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ പരസ്യങ്ങൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഇനി സോൾ ബെക്വാം അൽസവ് പോസ്റ്റ്മെല്ലോസ്, അത് നമുക്ക് ബെക്വാമാണ്, നല്ല കൺവീനിയൻറ്റുമാണ്. അത് മാത്രമല്ല നമുക്ക് വലിയ പൈസ ചിലവില്ലാത്ത ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഓൺലൈനിലൂടെ പരസ്യം പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഇനി ഐനർ സൈറ്റ് ഇസ്റ്റസ് പ്രാക്ടീസ് അന്തേര സൈറ്റ് ഗിഫ്റ്റ് വായന വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. നമുക്ക് ഇത്രയാണ്. നമുക്ക് സൈറ്റിംഗ് നമുക്ക് മാക്സിമം ഗെനോർ ചെയ്തിരിക്കാൻ ശ്രമിക്കാം. കാര്യം സൈറ്റിങ്ങിന് അത്യാവശ്യം പോയിന്റുകൾ കുറവായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഗെനോർ ചെയ്തിരിക്കാം. നമ്മുടെ ഒരു 2-3 പോയിന്റിൽ തന്നെ നമുക്ക് സൈറ്റിംഗ് ഒതുക്കാം. ബാക്കി രണ്ടും ഇത്തിരി എലാബറേറ്റ് ചെയ്ത് പറയാം. നമ്മുടെ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഫേൺ ഓർഡർ റാഡിയോ നമുക്ക് എലാബറേറ്റ് ചെയ്ത് തന്നെ പറയാം. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സൈറ്റിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഫേൺ ഓർഡർ റാഡിയോ ആയിട്ട് കമ്പയർ ചെയ്യാം. ഇൻ ഫെർട്ടിലൈസേഷൻസ് എന്ന് വെച്ച് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യാൻ നേരത്ത് നമുക്ക് പലപ്പോഴും കൂടുതൽ പോയിന്റുകൾ നമുക്ക് പറയാൻ സാധിക്കും. അതൊരു നല്ലൊരു വാലിഡ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനും സാധിക്കും. അങ്ങനെ പിന്നെ സൈറ്റിംഗ് മാക്സിമം ഗെനോർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം ഓൾറെഡി മറ്റേ നല്ലൊരു പോയിന്റുള്ള 2 മ്യൂഗ്ലിഷ്കൈറ്റ് ഉള്ളപ്പം സൈറ്റിംഗ് ഗെനോർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ മൈനിങ് വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാനൊരു മൈനിങ് തരാം. വിയർ ബ്രൗഹൻ eine gute Tätigkeit für Werbung und Konsum, die für unsere Gewinnen sehr essential ist. Daher kann man diese Möglichkeiten wählen. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു നമുക്ക് നമ്മുടെ വെർബും കൊണ്ട് കോൺസ്യൂമിന് ഒരു ഇമ്പോർട്ടൻ്റ്, നമുക്കൊരു അത്യാവശ്യം ഒരു നല്ല സ്ട്രാറ്റജി അല്ലെങ്കിൽ ടേറ്റിക്കൈറ്റ് വേണം. അതിന് നമ്മുടെ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യണമെങ്കിൽ അത് നമുക്കൊരു നല്ലൊരു തന്ത്രം തന്നെ വേണം. അതിനായിട്ട് നമുക്ക് അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റിന് നമുക്ക് നല്ലൊരു ലാഭം കിട്ടത്തുള്ളൂ. അപ്പം അത് ഭയങ്കര എസെൻഷ്യൽ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാൻമാൻ ദീസം മ്യൂഗ്ലിഷ്കൈറ്റ് വേലൻ ഈ പോസിബിലിറ്റീസ് ഒക്കെ ഒരാൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതോടെ നമുക്ക് ഈ മൈനിങ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ മൈനിങ്ങോടുകൂടി നമ്മൾ നമ്മുടെ തേമ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെൻസീൻ നൊഹൈൻ ഫ്രാഗെ ഹാവ് എ ബയാൻ വോട്ട് ഇഷ് സീനൻ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പലപ്പോഴും ഞാൻ വെർബും കൊണ്ട് കോൺസ്യൂമിൽ കണ്ടുവരുന്ന ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്തേരെ ഒരു മ്യൂഗ്ലിഷ്കൈറ്റ് പലപ്പോഴും പറയാണ്ട് ഇതിനേക്കാൾ നല്ലൊരു മ്യൂഗ്ലിഷ്കൈറ്റ് അതാണല്ലോ, നിങ്ങളുടെ മൈനിങ് എന്താണ്, അല്ലെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് ബിലീവ് ചെയ്യുന്നത് സൈറ്റും ഒരു നല്ല മെത്തേഡ് അല്ല. കാര്യം സൈറ്റുമിൽ ഇവിടെ നമുക്ക് കസ്റ്റമേഴ്സിനെ കുറവേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പോവുക. അതിന് അവർക്കൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഉത്തരം നമുക്കത് കറൻറ്റ്ലി ആ സമയത്ത് നമുക്ക് ചോദ്യം കിട്ടത്തില്ല. അപ്പം സാറ്റിസ്ഫൈഡ് ഉത്തരം നമ്മൾ മാക്സിമം നമ്മുടെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ അത്യാവശ്യം നല്ലൊരു വാലിഡായിട്ട് ആൻസർ അറിയത്തില്ലെങ്കിൽ പോലും നമ്മുടെ അത്യാവശ്യം എന്തെങ്കിലും നമ്മുടെ ലാംഗ്വേജ് വെച്ച് നമുക്കത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ വെർബും കൊണ്ട് കോൺസ്യൂം എന്നൊരു തേമ നിങ്ങൾക്ക് എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഞാൻ തന്ന പോയിന്റുകൾ അതിൻ്റെ കണക്ടോറും നിങ്ങൾ B1 ബൈൻസ് നിങ്ങൾ പഠിച്ച കണക്ടോറൊക്കെ കൂടി യൂസ് ചെയ്ത് ഒരു നല്ലൊരു തേമ എഴുതി അതിൻ്റെ ഒരു ഫോട്ടോയിൽ നാഫ്റ്റയിലൊക്കെ മാറ്റി സെപ്പറേറ്റ് എഴുതി 3 മ്യൂഗ്ലിഷ്കൈറ്റ് എഴുതി ഒരു മ്യൂഗ്ലിഷ്കൈറ്റ് ഗെനോർ ചെയ്യാൻ വേണ്ടി പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ ഈ ഒരു ടോപ്പിക്ക് കിട്ടിയ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു തേമ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബിസ് ബാൾഡ്. Gino's Academy. Fly with your dreams.